അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസും അവയുടെ മീനിങ്ങുകളും. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എ ബോൾട്ട് ഫ്രം ബ്ലൂ എന്ന് പറഞ്ഞാൽ സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് എന്നാണ് അതിന് അർത്ഥമാക്കുന്നത്. എ ബോൾട്ട് ഫ്രം ബ്ലൂ, സഡൻ ആൻഡ് ടോട്ടലി അൺഎക്സ്പെക്റ്റഡ്. അറ്റ് ആൻ ആംസ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ടു കീപ്പ് എവേ അറ്റ് എ ഡിസ്റ്റൻസ്. അറ്റ് ആൻ ആംസ് ലെങ്ത് ടു കീപ്പ് എവേ അറ്റ് എ ഡിസ്റ്റൻസ്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ്, കോസ് ഓഫ് ഡിസ്പ്യൂട്ട്. ആപ്പിൾ ഓഫ് ഡിസ്കോഡ് എന്ന് പറയുന്നത് കോസ് ഓഫ് ഡിസ്പ്യൂട്ടിനെയാണ്. ബറി ദ ഹാച്ചറ്റ് എന്ന് പറഞ്ഞാൽ മേക്ക് പീസ്. ബറി ദ ഹാച്ചറ്റ്, മേക്ക് പീസ്. ടു ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ. ടു ഫോം ഇമാജിനറി പ്ലാൻസ്. ടു ബിൽഡ് കാസിൽസ് ഇൻ ദ എയർ എന്ന് പറഞ്ഞാൽ ടു ഫോം ഇമാജിനറി പ്ലാൻസ്. അറ്റ് 6s and 7s എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ ഓർ ഇൻ കംപ്ലീറ്റ് ഡിസോർഡർ. 40 വിങ്സ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്ലീപ്പാണ്. സ്മെൽ എ റാറ്റ് എന്ന് പറഞ്ഞാൽ സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ്. സ്മെൽ എ റാറ്റ്, സസ്പെക്ട് ദാറ്റ് സംതിങ് ഈസ് റോങ്. സ്പിക്ക് ആൻഡ് സ്പാൻ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആൻഡ് ടൈഡി. സ്പിക്ക് ആൻഡ് സ്പാൻ, ക്ലീൻ ആൻഡ് ടൈഡി. എ വൈൽഡ് ഗൂസ് ചേസ് എന്ന് പറഞ്ഞാൽ ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്. എ വൈൽഡ് ഗൂസ് ചേസ്, ഫൂളിഷ് ഓർ ഹോപ്പ്ലെസ് സെർച്ച്. ബാഗ് ആൻഡ് ബാഗേജ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി. ബാഗ് ആൻഡ് ബാഗേജ് കംപ്ലീറ്റ്ലി. ബ്രേക്ക് എ ലെഗ് എന്ന് പറഞ്ഞാൽ ടു വിഷ് ഗുഡ് ലക്ക്. ബ്രേക്ക് എ ലെഗ്, ടു വിഷ് ഗുഡ് ലക്ക്. കട്ട് ടു ദ ചേസ് എന്ന് പറഞ്ഞാൽ ടു കം ടു ദ പോയിൻറ്റ്. ടു കം ടു ദ പോയിൻറ്റ്. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻ. തിങ്ക് ഓൺ യുവർ ഫീറ്റ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് എ ക്വിക്ക് ഡിസിഷൻ. കട്ട് കോർണേഴ്സ്, ടു ഡു സംതിങ് ഇൻ ദ ചീപ്പസ്റ്റ് ഓർ ക്വിക്കസ്റ്റ് വേ. കട്ട് കോർണേഴ്സ്, ടു ഡു സംതിങ് ഇൻ ദ ചീപ്പസ്റ്റ് ഓർ ക്വിക്കസ്റ്റ് വേ. ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ വിത്ത് സ്റ്റാർട്ടിംഗ്ലി റാപ്പിഡ് പ്രോഗ്രസ്. ബൈ ലീപ്സ് ആൻഡ് ബൗൺസ് എന്ന് പറഞ്ഞാൽ വിത്ത് സ്റ്റാർട്ടിംഗ്ലി റാപ്പിഡ് പ്രോഗ്രസ്. ഹ്യൂ ആൻഡ് ക്രൈ എന്ന് പറഞ്ഞാൽ ലൗഡ് കൺഫ്യൂസ്ഡ് നോയ്സ് ഓർ പബ്ലിക് ഔട്ട് ക്രൈ. വേ ആൻഡ് മീൻസ് എന്ന് പറഞ്ഞാൽ മെത്തേഡ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിങ് സംതിങ്. മെത്തേഡ്സ് ആൻഡ് റിസോഴ്സസ് ഫോർ അക്കംപ്ലിഷിങ് സംതിങ്. ഹേർട്ട് ആൻഡ് സോൾ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി. ഹേർട്ട് ആൻഡ് സോൾ എൻറ്റയർലി. ഗെറ്റ് ഹെഡ് അറൗണ്ട് എന്ന് പറഞ്ഞാൽ ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്. ഗെറ്റ് ഹെഡ് അറൗണ്ട്, ടു ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് സംതിങ്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ഡു സംതിങ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് എന്ന് പറഞ്ഞാൽ വില്ലിങ്നെസ് ടു ഡു സംതിങ് വിത്തൗട്ട് ഹെസിറ്റേഷൻ. ഗിഫ്റ്റ് ഓഫ് ഗ്യാബ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ എബിലിറ്റി ടു സ്പീക്ക് വെൽ. ലീവ് നോ സ്റ്റോൺ അൺടേൺഡ് എന്ന് പറഞ്ഞാൽ മേക്ക് ആൾ പോസിബിൾ എഫേർട്സ്. ത്രോ ഇൻ ടവൽ എന്ന് പറഞ്ഞാൽ ടു അക്സെപ്റ്റ് ഡിഫീറ്റ് ആണ്. ത്രോ ഇൻ ടവൽ, ടു അക്സെപ്റ്റ് ഡിഫീറ്റ്. സ്റ്റീൽ സമ്മൺസ് തണ്ടർ എന്ന് പറഞ്ഞാൽ ടു ടേക്ക് ദ ക്രെഡിറ്റ് ഫോർ സംതിങ് സമ്മൺ എൽസ് ഡിഡ്. ടു ടേക്ക് ദ ക്രെഡിറ്റ് ഫോർ സംതിങ് സമ്മൺ എൽസ് ഡിഡ്. വൈറ്റ് എലഫൻറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസീവ് ബട്ട് യൂസ്ലെസ് പൊസഷൻ. നിപ്പ് ഇൻ ദ ബഡ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് സംതിങ് ബിഫോർ ഇറ്റ് ഹാസ് എ ചാൻസ് ടു ഡെവലപ്പ്. കാൾ എ സ്പേഡ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ഫ്രാങ്ക്ലി ആൻഡ് ഡയറക്ട്ലി. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ റിവീൽ എ സീക്രറ്റ്. സ്വാൻ സോങ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺസ് ലാസ്റ്റ് പെർഫോമൻസ്. റീഡ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്ന് പറഞ്ഞാൽ സീ മീനിങ് വിച്ച് ഈസ് സജസ്റ്റഡ് ബട്ട് നോട്ട് ഓപ്പൺലി സ്റ്റേറ്റഡ്. See a meaning which is suggested but not openly stated. To show white feather എന്ന് പറഞ്ഞാൽ to show fear. To show white feather എന്ന് പറഞ്ഞാൽ to show fear. A hot potato എന്ന് പറഞ്ഞാൽ controversial issue. Leaps and bounds എന്ന് പറഞ്ഞാൽ quick progress. Mother wit എന്ന് പറഞ്ഞാൽ natural common sense. Mother wit, natural common sense. ആപ്പിൾ പൈ ഓർഡർ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. ഫെയർ ആൻഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഓണസ്റ്റ്. ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ
ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സീവിയർ ക്രൈസിസ്. ഓൺ ദ റോക്സ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ സീവിയർ ക്രൈസിസ്. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റയർലി. വൺസ് ഇൻ എ ബ്ലൂ മൂൺ എന്ന് പറഞ്ഞാൽ വെരി റയർലി. എ ക്വിയർ ഫിഷ് എന്ന് പറഞ്ഞാൽ എ പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ. എ പേഴ്സൺ ഓഫ് സ്ട്രേഞ്ച് ബിഹേവിയർ, എ ക്വിയർ ഫിഷ്. ഹോബ്സൺ ചോയ്സ് എന്ന് പറഞ്ഞാൽ നോ ചോയ്സ് അറ്റ് ആൾ. ഹോബ്സൺ ചോയ്സ്, നോ ചോയ്സ് അറ്റ് ആൾ. ആച്ച്ലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ എ ഡെഡ്ലി വീക്ക്നെസ്. ആച്ച്ലീസ് ഹീൽ എന്ന് പറഞ്ഞാൽ എ ഡെഡ്ലി വീക്ക്നെസ്. ടു മേക്ക് ബോത്ത് എൻഡ്സ് മീറ്റ് എന്ന് പറഞ്ഞാൽ ടു ഏൺ ജസ്റ്റ് ടു സർവൈവ്. എ സ്റ്റോൺസ് ത്രോ എന്ന് പറഞ്ഞാൽ എ ഷോർട്ട് ഡിസ്റ്റൻസ്. എ സ്റ്റോൺസ് ത്രോ, എ ഷോർട്ട് ഡിസ്റ്റൻസ്. ഫാൻ ദ ഫ്ലെയിം ഓഫ്. ഫാൻ ദ ഫ്ലെയിം ഓഫ് എന്ന് പറഞ്ഞാൽ ടു മേക്ക് ദ സിറ്റുവേഷൻ വേഴ്സ്. എ പൈപ്പ് ഡ്രീം എന്ന് പറഞ്ഞാൽ ആൻ ഇംപ്രാക്ടിക്കബിൾ ഡ്രീമാണ്. ആൻ ഇംപ്രാക്ടിക്കബിൾ ഡ്രീം. ടു കറി ഫേവർ എന്ന് പറഞ്ഞാൽ ടു സീക്ക് ഓർ വിൻ ഫേവർ. ടു സീക്ക് ഓർ വിൻ ഫേവർ. ടു ദ നയൻസ് എന്ന് പറഞ്ഞാൽ ദ ആക്ഷൻ ദാറ്റ് ഈസ് ഡൺ പെർഫെക്റ്റ്ലി. ടു ദ നയൻസ് എന്ന് പറഞ്ഞാൽ ദ ആക്ഷൻ ദാറ്റ് ഈസ് ഡൺ പെർഫെക്റ്റ്ലി. പുൾ വൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ ടു ടീസ് ഓർ ലൈ ടു സമ്മൺ ആസ് എ ജോക്ക്. പുൾ വൺസ് ലെഗ് എന്ന് പറഞ്ഞാൽ ടു ടീസ് ഓർ ലൈ ടു സമ്മൺ ആസ് എ ജോക്ക്. വൺ ഫെൽ സ്വൂപ്പ് എന്ന് പറഞ്ഞാൽ ടു ഡു സഡൻലി ഇൻ ഓർ ഇൻ എ സിംഗിൾ സ്വിഫ്റ്റ് ആക്ഷൻ. വൺ ഫെൽ സ്വൂപ്പ്, ടു ഡു സഡൻലി ഓർ ഇൻ എ സിംഗിൾ സ്വിഫ്റ്റ് ആക്ഷൻ. ടു ഫ്ലോഗ് ദ ഡെഡ് ഹോഴ്സ് എന്ന് പറഞ്ഞാൽ to waste the efforts on something when there is no chance. To waste efforts on something when there is no chance എന്നാണ് ടു ഫ്ലോഗ് എ ഡെഡ് ഹോഴ്സിൻ്റെ മീനിങ് വരുന്നത്. ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. ബേൺ ദ ക്യാൻഡിൽ അറ്റ് ബോത്ത് എൻഡ്സ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ലേറ്റ് ഇൻ ടു ദ നൈറ്റ്. കോസ്റ്റ് ദ എർത്ത് എന്ന് പറഞ്ഞാൽ വെരി കോസ്റ്റ്ലി. കോസ്റ്റ് ദ എർത്ത് വെരി കോസ്റ്റ്ലി. ഇൻ എ നട്ട്ഷെൽ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ. ഇൻ ദ ഫ്യൂവസ്റ്റ് വേർഡ്സ് പോസിബിൾ ആണ് ഇൻ എ നട്ട്ഷെൽ. ഓൺ ദ കാർഡ്സ് എന്ന് പറഞ്ഞാൽ പ്രോബബിൾ. എ ബെറ്റർ പിൽ ടു സ്വാളോ എന്ന് പറഞ്ഞാൽ സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ് ബട്ട് വിച്ച് മസ്റ്റ് ആക്സെപ്റ്റഡ്. എ ബെറ്റർ പിൽ ടു സ്വാളോ സംതിങ് ദാറ്റ് ഈസ് വെരി അൺപ്ലസൻറ്റ് ബട്ട് which must accepted. Par excellence എന്ന് പറഞ്ഞാൽ above all. Par excellence, above all. Dog's life, a miserable life. To cook somebody's goose എന്ന് പറഞ്ഞാൽ ensure that somebody fails. To cook somebody's goose എന്ന് പറഞ്ഞാൽ ensure that somebody fails. A dark horse എന്ന് പറഞ്ഞാൽ a person whose abilities are hidden or unknown. A dark horse, a person whose abilities are hidden or unknown. Through thick and thin എന്ന് പറഞ്ഞാൽ under all conditions. Through thick and thin, under all conditions. Let the cat out of the bag എന്ന് പറഞ്ഞാൽ tell a secret by mistake. To be in a fix എന്ന് പറഞ്ഞാൽ be in difficulty. Pros and cons എന്ന് പറഞ്ഞാൽ for and against. A pretty kettle to fish. A pretty kettle of fish എന്ന് പറഞ്ഞാൽ a situation that causes you problems. A pretty kettle to fish, a situation that causes you problems. Baker's dozen എന്ന് പറഞ്ഞാൽ 13 ആണ്. അപ്പോൾ ഇതായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇഡിയംസ് ആൻഡ് ദെയർ മീനിങ്സ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ്.